KVS ഹരിദാസ്, നോക്കൂ, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ വിശ്വാസമില്ലാതായി പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം KVSന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അല്ല നികേഷേ, ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആക്ഷേപിക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളെയും അധിക്ഷേപിക്കുക, ഇത് കഴിഞ്ഞാൽ വോട്ടിംഗ് യന്ത്രത്തിലേക്ക് വരും. ഈ വോട്ടിംഗ് യന്ത്രത്തിന്റെ കഥ ഇപ്പൊ നികേഷ് എന്നെ സൂചിപ്പിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മളിത് കാണുന്നതാ. തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിയുമ്പോൾ വോട്ടിംഗ് യന്ത്രം എല്ലാം സുരക്ഷിതമാണ്. തോറ്റ് കഴിയുമ്പോൾ ആ വോട്ടിംഗ് യന്ത്രത്തിന്റെ കുതന്ത്രങ്ങളെ കുറിച്ച് കള്ളപ്രചരണം നടത്തി ഈ സുപ്രീം കോടതി തന്നെ 2 വട്ടം ഈ പ്രശ്നം ഡിസൈഡ് ചെയ്തതാണ്. പിന്നെയും ഹർജിയുമായിട്ട് പോകുന്നു. ഇപ്പോഴും ഉണ്ട് ഒരു ഹർജി. അത് എന്റർടൈൻ ചെയ്യാനുള്ള നമസ്കത അല്ലെങ്കിൽ മനസ്കത നമ്മുടെ നീതിപീഠത്തിനുണ്ട്. ഒരിക്കൽ സെറ്റിൽ ചെയ്ത കേസ് പോലും വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള മഹാമനസ്കത നമ്മുടെ കോടതി കാണിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ കാണണം. അത്രമാത്രം ജനാധിപത്യ ബോധവും ഭരണഘടനാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പൊ നാളുകളിൽ നിങ്ങൾ ഈ പറയുന്ന പരാജയം നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ പരാജയം മണത്ത് നിൽക്കുന്ന ആൾക്കാര് വോട്ടിംഗ് യന്ത്രത്തിൽ തന്നെ പിടിച്ചു തൂങ്ങേണ്ടി വരും. അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? KVS ഹരിദാസ്, നോക്കൂ, വിനയപൂർവ്വം ചോദിക്കുകയാണ്. അല്ല സാർ, അങ്ങനെയല്ല. അതിലേക്കാണ് കാര്യങ്ങൾ അതിലേക്കാണ് ഇത് കണക്കല്ലേ? നോക്കൂ, നമ്മുടെ ബൂത്തിൽ എത്ര വോട്ട് പോൾ ചെയ്തു, നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, നമ്മുടെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് എത്ര വോട്ട് പോൾ ചെയ്തു എന്നുള്ളത് കൃത്യമായ കണക്കല്ലേ? ആ കണക്ക് എന്തുകൊണ്ടാണ് തരാൻ വൈകുന്നത്? ലവാസ പറയുന്നത് ഇന്ന് തരേണ്ടതാണ്. ഇനി അഥവാ കഴിഞ്ഞില്ല എങ്കിൽ തന്നെ 24 മണിക്കൂറിനുള്ളിൽ ഈ എത്ര വോട്ടുകൾ പോൾ ചെയ്തു എന്ന് കൃത്യമായ കണക്ക് തരാനുള്ള ഇക്കോ സിസ്റ്റം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെന്നാണ്. പിന്നെന്തുകൊണ്ടാണ് 11 ദിവസം വൈകുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും ഓരോ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇത്ര വോട്ടാണ് പോൾ ചെയ്തത് എന്ന് സംബന്ധിച്ച അതിൻ്റെ വിഘടിപ്പിച്ച കണക്ക് നൽകാൻ പറ്റാത്തത്? അത്രേ ചോദ്യമുള്ളൂ. ആ ചോദ്യം ചോദിക്കുന്നത് തെറ്റാണെന്നാണ് KVS ഇപ്പൊ പറയുന്നത്. അല്ല നികേഷേ, ഞാൻ അങ്ങനെയല്ല പറയുന്നേ. ഞാനല്ല നികേഷ്, ഞാനൊക്കെ ഈ പണി തുടങ്ങിയിട്ട് കുറെ കൊല്ലങ്ങളായില്ലേ. ഒരു കാര്യം നികേഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അതാത് സംസ്ഥാനങ്ങളിൽ ഇത്ര വോട്ട് പോൾ ചെയ്തു എന്ന് പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ വിവരങ്ങൾ പുറത്ത് നൽകുന്നുണ്ട്. ഓരോ സ്റ്റേറ്റിലും അത് അവസാനം കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടണം. ഞാനും അതിൻ്റെ ഒപ്പമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എണ്ണിയ വോട്ടും പോൾ പറയുന്നേ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ച്, EVM-നെ കുറിച്ച്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു 50 ഹർജിയെങ്കിലും സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇപ്പൊ നികേഷ് ഉന്നയിച്ച ഒരു ഇഷ്യൂവുമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഞാൻ കണ്ടിട്ടില്ല. എന്റെ ശ്രദ്ധയപ്പെടാത്തതാണോ എന്നറിയില്ല. കാരണം ഇലക്ഷൻ കമ്മീഷനും സർക്കാരിനും എതിരായിട്ട് എന്ത് വാറോലയുമായിട്ട് ചെന്നാലും ഇന്നിപ്പോ അതായത് ഈ പറയുന്ന EVM-വുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഈ കാര്യങ്ങളൊക്കെ ഉയർത്തിയതാണ്. ഈ കാര്യങ്ങളൊക്കെ ഉയർത്തിയതാണ്. ഇത് കോടതിയുടെ മുമ്പിൽ പോയിട്ടില്ല എന്ന് പറയരുത്. അല്ലല്ല അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി അത് പരിശോധിക്കട്ടെ. സുപ്രീം കോടതി ഒരു നിലപാടെടുക്കട്ടെ, നിർദ്ദേശം കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു വല്ലാത്ത സ്ഥിതിയിൽ നിർത്തിയിട്ട് അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയ മുഴുവൻ അപമാനിക്കാനുള്ള ഒരു ശ്രമം. അങ്ങനെയൊന്നുമല്ല. സാധാരണഗതിയിൽ ജനാധിപത്യത്തില് 4ാം തൂണായിട്ടുള്ള മാധ്യമം KVS ഹരിദാസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം കൃത്യമായ കണക്ക് തരുന്നില്ലെങ്കിൽ ചോദിക്കാനുള്ള അവകാശം ഉള്ളത് കൊണ്ടാണ് ഈ 4ാം തൂണിനെ 4ാം തൂണെന്ന് വിളിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് അല്ലല്ല നികേഷേ, ഞാൻ ഇതിനു മുമ്പത്തെ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഓരോ ലോകസഭയിലും എത്ര വോട്ട് പോൾ ചെയ്തു എന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചതായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് പുറത്തിറക്കിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ വെബ്സൈറ്റിലുണ്ടോ എന്ന് KVS വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയല്ലേ? 1ാം ഘട്ടത്തില് എത്ര വോട്ട് പോൾ ചെയ്തു എന്ന് പറയാൻ 11 ദിവസം എടുത്തത് എന്തിന്? എന്തുകൊണ്ടാണ് ഓരോ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഇത്ര വോട്ട് പോൾ ചെയ്തു എന്ന് സംബന്ധിച്ച് പറയാൻ കഴിയാതെ പോകുന്നത്?
എന്തുകൊണ്ടാണ് ഈ വോട്ടർ ടേൺ ഔട്ട് വോട്ട് കൗണ്ടഡ് ഓൺ EVM എന്ന നിലയിൽ രണ്ടും ടാലി ചെയ്യാതിരിക്കുന്നത്? EVMലെ കൗണ്ട് ചെയ്ത വോട്ടുകൾ ടോട്ടൽ വോട്ടർ ടേൺ ഔട്ടിനേക്കാൾ കൂടുതലാകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ലളിതമായ ചോദ്യങ്ങളല്ലേ? ആ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താ? ആകെ വോട്ട് ചെയ്ത എത്ര ആളുകളുണ്ടെന്ന് പറയാം 11 ദിവസം എടുക്കുമോ KVS? പറ്റില്ല, അത് പറ്റില്ല. അല്ലെന്നേ, നിങ്ങൾ സുപ്രീം കോടതി പോകുന്നേ. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഈ കമ്മീഷനെ വിശ്വാസം ഇല്ലാത്തവർക്ക് കോടതി പോട്ടെ. ഇപ്പൊ സുപ്രീം കോടതി ഏതായാലും ഇതൊക്കെ കേൾക്കാൻ വേണ്ടി തയ്യാറായി, സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി തയ്യാറായി. സുപ്രീം കോടതിയെ വളരെ സർക്കാസ്റ്റിക്കായി കുത്തിയാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഒരു ഭരണഘടനാ സ്ഥാപനത്തെ വളരെ സർക്കാസ്റ്റിക്കായി സുപ്രീം കോടതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്തുകൊടുക്കുന്നുണ്ട് KVS. അല്ല, മനസ്സിലാകുന്നില്ല, തിരിയുന്നില്ല എന്ന് വിചാരിക്കുന്നു. നികേഷേ, നികേഷേ, ഞാൻ കോടതിയെ ബഹുമാനിക്കുന്ന ആളാണ്. ഇവിടുത്തെ നീതിപീഠത്തിന്റെ സ്വാതന്ത്ര്യത്തെയും ഭരണഘടനാ സ്വാതന്ത്ര്യത്തെയും ഒക്കെ ബഹുമാനിക്കുന്ന ആളാണ്. ഞാൻ ഈ പറയുന്നത്, ഞങ്ങൾ ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്നു എന്ന് പറയുകയും ഞങ്ങളുടെ ഗവൺമെന്റ് എടുക്കുന്ന ഓരോ നടപടിയും ചോദ്യം ചെയ്തുകൊണ്ട് ചെല്ലുന്ന ഹർജികളിലൊക്കെ ഈ സർക്കാരിനെതിരായിട്ടുള്ള നീക്കം കോടതിയിൽ നിന്നുണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മളെന്താ വിചാരിക്കണ്ടേ? നമ്മളെന്താ സാധാരണ നിലയ്ക്ക് പറയണ്ടേ? ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, സർക്കാരിന് കീഴ്പ്പെട്ടിട്ടല്ല പ്രവർത്തിക്കുന്നത്. അത് പറയണ്ടേ? ഞങ്ങളല്ലേ അത് പറയണ്ടേ? നിങ്ങൾ ഇപ്പോഴും പറയുന്നു ഭരണഘടനാ സ്വാതന്ത്ര്യ സ്ഥാപനങ്ങളെ മുഴുവൻ ഞങ്ങൾ അട്ടിമറിക്കുകയാണെന്ന്. അതേസമയത്ത് കോടതി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകൾ എടുത്ത് ഗവൺമെന്റിനെ കോടതിയുടെ കാര്യത്തിനകത്ത് സുപ്രീം കോടതി മാത്രമേ ആ നിലയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുള്ളൂ. അതിൽ തന്നെ ചില ബെഞ്ചുകളാണ് എന്നാണ് ആളുകൾ പറയുന്നത്. എനിക്കറിയില്ല ചില ബെഞ്ചുകൾക്ക് മാത്രമായിട്ട് അങ്ങനെ പറയാൻ കഴിയുമെന്ന്. പക്ഷേ KVS, ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ജുഡീഷ്യറിയെ കുറിച്ചുള്ള ചർച്ച അല്ല ഇത്. അതിനൊക്കെ നമുക്ക് നല്ല സമയമുണ്ടല്ലോ. ഞാൻ ജിൻറ്റോയിലേക്ക് പോവാം. ജിൻറ്റോ പറയാം സാർ. അല്ല, മറ്റുള്ളവർക്ക് കൂടെ അവസരം വേണ്ടേ? വളരെ കുറച്ച് സമയമുള്ളൂ, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ് കൂടി. അല്ല, എനിക്കറിയാം എന്റെ സമയത്തിന്റെ പരിമിതിയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, ഞങ്ങളെ അധിക്ഷേപിക്കാൻ പോകുന്നവർക്ക് ഈ ജൂൺ 4-ന് മറുപടി കിട്ടും. ജൂൺ 4-ന് മറുപടി കിട്ടും. കേരളത്തിലെ മാധ്യമങ്ങളും ഉണ്ട് ആ കൂട്ടത്തില്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്ത എല്ലാവർക്കും മറുപടി ആയിരിക്കും. അത് നല്ല മറുപടിയാണോ അതോ തിരിച്ചടിയാണോ എന്നുള്ളത് നമുക്ക് കാണാം. Debate with MV Nikesh Kumar.